പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വർഗീയ ശില്പി നീരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പി നീരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 26 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. രാത്രിയിലെ പ്രാർത്ഥനയിലെ അത്ഭുതത്തെ നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 63 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, 6-ാമത്തെ വാക്യം, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് രാത്രിയുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, വായിച്ചു കേട്ട വാക്യത്തിന്റെ ആഴം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ വാക്യത്തിന്റെ ആഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഞാൻ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തി വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് സന്തോഷവും തൃപ്തിയും വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്. കിടക്കയിൽ ദൈവത്തെ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, രാത്രിയുടെ പ്രാർത്ഥനയുടെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത് ഒരു കാവൽക്കാരന് തുല്യനായിട്ടാണ്. നിങ്ങളുടെ വീടിന് നിങ്ങൾ കാവൽക്കാരനാണെങ്കിൽ, നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ കാവൽക്കാരനാണെങ്കിൽ, ഉണർന്നിരിക്കുന്നവനാണ് വാച്ച്മാൻ അല്ലെങ്കിൽ കാവൽക്കാരൻ. അവനറിയാം ശത്രു വരുന്ന സമയം, അല്ലെങ്കിൽ ശത്രു വരുന്ന സൈൻ അവന് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറക്കുകയോ ഡോർ തുറക്കുകയോ ചെയ്യുമ്പോൾ ചില അനക്കങ്ങൾ ഉണർന്നിരിക്കുന്നവർ പിടികിട്ടും. ഹല്ലേലൂയ. കാരണം യോഹന്നാൻ വിളിച്ചു പറയാണ്, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും വേണ്ടിയാണ്. ഇതാ, നീ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിന്, നിന്റെ അതിർത്തിക്ക് നീ കാവൽക്കാരനാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇതാ ബൈബിളിൽ 1-2 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രവാചകനോട് ദൈവം പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇതാ പ്രവാചകനുള്ള ദൗത്യമാണ് ഈ വചനത്തിനകത്ത് കാണുന്നത്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം. അപ്പോൾ ദൈവം ഒരു പ്രവാചകനെ ആക്കിയിരിക്കുന്നത് കാവൽക്കാരനായിട്ടാണ്. ദൈവത്തിൽ നിന്ന് കേട്ട് ജനത്തെ പ്രബോധിപ്പിക്കുന്നവനായി തീരേണ്ടതിനായിട്ട്. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ, ദേശത്തിന് നശിപ്പിക്കാതെ വണ്ണം ഒരു മതിൽ കെട്ടേണ്ടതിന് ദൈവം ഒരുവനെ അന്വേഷിക്കുന്നത് കാണാൻ പറ്റും. യെഹെസ്കേൽ പ്രവചനം 22-ന്റെ 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിന്ന് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചത് അവിടെ കാണുന്നത്. ദൈവം ഒരു മതിൽ കെട്ടി ഒരു കാവൽക്കാരനെ പോലെ ഒരുവനെ അന്വേഷിച്ചത്, പക്ഷെ ആരെയും കണ്ടില്ല. ഈ വചനം കേൾക്കുമ്പോൾ രാത്രികളിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൽ നിലനിൽക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ് ഈ രാത്രിയുടെ പ്രാർത്ഥനയുടെ ആഴം? ഹല്ലേലൂയ. നാം എല്ലാം ജീവിതത്തിൽ പല സ്വപ്നങ്ങൾ കണ്ട് വാഗ്ദത്തങ്ങൾ കേട്ട് ദൈവികമായ നന്മകൾ പ്രാപിക്കാൻ നിൽക്കുന്നവരാണ്. പക്ഷേ നാം ഉറങ്ങുന്നവരാണെങ്കിൽ, നാം ആത്മീകമായി ഉറങ്ങുന്നവരാണെങ്കിൽ, ഭൗതികമായി ഉറങ്ങുന്നവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് പലതും നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം,
എന്ന് ഓർപ്പിക്കുന്നു. ചിലവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചിലവർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലവർ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തക്ക സമയത്ത് നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമയം നഷ്ടമായി തീരുകയാണ്. പക്ഷെ പ്രാർത്ഥനയിൽ ഉണരുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വലിയ ആഴമാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ശത്രു വന്ന് അവൻ്റെ ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, കള വിതച്ച് പോയി കളയുകയാണ്. ശത്രു വന്ന് നന്മകളെ നശിപ്പിക്കുകയാണ്. ഞാൻ ആത്മാവിനെ വിളിച്ചു പറയാം, ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. പക്ഷെ ഒറിജിനലായവൻ കാവൽക്കാരനെ പോലെ ആയിരിക്കും. അവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അവൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരു വിതക്കാരൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് അവൻ്റെ കൊയ്ത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ആ കൊയ്ത്തിൻ്റെ സ്വപ്നത്തിലാണ് അവൻ ജീവിക്കുന്നത്. ആ കൊയ്ത്തിന് വേണ്ടി ബൈബിൾ പഠിപ്പിക്കുന്നു, നീ 100 മേനി അല്ലെങ്കിൽ 30, 60, 100 മേനി വരെ കൊയ്യുവാനായിട്ട്. വചനത്തിനകത്ത് നിൽക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാണ്, നിന്റെ ജീവിതത്തിനകത്തൊരു കൊയ്ത്തുണ്ട്. തക്ക സമയത്ത് നീ കൊയ്യും. കർത്താവ് ക്ഷാമകാലത്ത് ഇസഹാക്കിന് 100 മേനി കൊയ്ത്തു കൊടുത്തതാ കാണുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളൊരു കാവൽക്കാരനെ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ കള വിതയ്ക്കാൻ ശത്രുവിന് വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോയി. ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കാരണം ദൈവത്തിൻ്റെ നീതി രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വെളിപ്പെട്ട് വരും. 119-ാം സങ്കീർത്തനം അതിൻ്റെ 62-ാമത്തെ വാക്യം, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായിട്ട് എന്ന് പറഞ്ഞാൽ നീതി വെളിപ്പെടാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവനീതികൾ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസിയായി കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയലാഭം ഉണ്ടാകും. ഹല്ലേലൂയ. പലതിനകത്തും പല ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാലും പല തടസ്സങ്ങൾ പറഞ്ഞ് ഒത്തിരി പേരെ നീക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. നാളെ വാ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാ, അടുത്ത മാസം. ചിലവർ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കേസ് മാറ്റിവെക്കുന്നതാണ്. അവരുടെ നീതി നഷ്ടപ്പെടുകയാണ്. ചില കുടുംബ വിഷയത്തിൽ ഇന്നും വർഷങ്ങളായി കോടതി നിൽക്കുന്നവരെ എനിക്കറിയാം. ഞാൻ അവരെ നോക്കി വിളിച്ചു പറയുകയാണ്, രാത്രിയാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നീതി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ശിഷ്യന്മാരിത് അക്കരയ്ക്ക് പോകുമ്പോൾ ആ രാത്രിയുടെ യാമത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ യേശു കർത്താവ് ഉറ്റിരിക്കുമ്പോൾ ശിഷ്യന്മാർ തിരകളാൽ വലയുകയാണ്. ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ആ സമയത്ത് യേശു കർത്താവ് ആ നിലവിളിയിൽ, ശിഷ്യന്മാരുടെ നിലവിളിയിൽ, ആ കൊല്ലുമെന്നും തീർക്കുമെന്ന് പറഞ്ഞ ആ തിരമാലയുടെ മുകളിലൂടെ അടുത്തു വന്ന് അവരെ രക്ഷിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതാ പ്രാർത്ഥിക്കാത്തവൻ പല വിഷയത്തിനകത്ത് കുരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ഈസിയായി ആ വിഷയത്തെ ജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ശിഷ്യന്മാരും യേശു കർത്താവ് ഇരുന്ന പടകത യാത്രയാമങ്ങളിൽ മുമ്പോട്ട് പോവുകയാണ്. തിരകളാൽ അവർ വലയുകയാണ്. അവർ വന്ന് യേശുവിനെ ഉണർത്തുകയാണ്. ഉണർത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? എന്നെ കേൾക്കുന്നവരെ, നാശത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുകയാണ്. ആ നാശത്തിൻ്റെ അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് പുതിയ ശാന്തത വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത്, നിങ്ങളുടെ രാത്രിയിലെ ഉണർന്നുള്ള പ്രാർത്ഥനകളിൽ കർത്താവ് ചില സീസണുകൾ തിരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ഫേസ് ഹല്ലേലൂയ തിരിയാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ഫേസ് കർത്താവ് തരാൻ പോകുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒന്നുകൂടെ ആഴം വെളിപ്പെടുത്തുകയാണ്. ഇതാ അപ്പോസ്തലനായ പൗലോസും ശീലാസും ഹല്ലേലൂയ അവർ ചെയ്യാത്ത തെറ്റിൽ ഹല്ലേലൂയ അവർ അടിക്കപ്പെട്ടു. അവരുടെ ശരീരം മുറിക്കപ്പെട്ട് ഇതാ അകത്തെ തടവറയിൽ ആക്കിയിരിക്കുകയാണ്. എന്നാൽ രാത്രിയിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിപ്പോയതായി കാണുന്നു. അവരെ കൂടെ നിന്ന് ഹല്ലേലൂയ മറ്റുള്ളവരെയും ചങ്ങല അഴിഞ്ഞു പോയതായി കാണുന്നു. രാത്രിയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാത്രമല്ല അനേകരുടെ കെട്ടുകൾ അഴിയും. അനേകരുടെ കെട്ടുകൾ അഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വെളിപ്പാട്, ജീവിതത്തിനകത്ത് അന്ന് പകൽ മുഴുവൻ അടിയും മുറിവേറ്റ് കാലുകൾ ആമത്തിലിട്ട് പൂട്ടി ഇനി ജീവിതത്തിനകത്തൊരു വഴിയില്ലെന്ന് പറയുന്ന ആ തലത്തിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്തവന് ആ വേദനയിൽ, ആ മുറിവിൽ, ആ പ്രശ്നത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അറിയാം, ജീവിതത്തിനകത്ത് പ്രതികൂലവും പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവം ഇല്ലാത്തവന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിരാശപ്പെട്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ പൗലോസും ശീലാസും ഇന്നലകളിൽ പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ മുറിവിൽ, ഇന്നത്തെ വേദനയിൽ, ഇന്നത്തെ ചങ്ങലയിൽ അവർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ ക്രമപ്പെടുന്നവരാണെങ്കിൽ, പ്രാർത്ഥനയിൽ രാത്രിയാമങ്ങൾ ഉണരുന്നവരാണെങ്കിൽ നിങ്ങൾ ചിലതിനെ ജയിച്ചു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ ചിലതിൻ്റെ മേളിൽ അത്ഭുതം കാണാൻ പോകുന്നുള്ള സത്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഇതാ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദാവ് വാളുകൊണ്ട് യാക്കോബിനെ കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ദേശത്തിൽ അനീതികൾ വർദ്ധിക്കുമ്പോൾ, ശത്രുവിൻ്റെ ബലം വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ, അർദ്ധരാത്രിയിൽ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ അവിടെ ഇറങ്ങി, ദൈവനീതി അവിടെ വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾ രാത്രികാലങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവനീതി ദേശത്തിൽ വെളിപ്പെട്ടു വരും. അറിയാം, ചങ്ങലകൾ അഴിയും, കാരാഗ്രഹങ്ങൾ തുറന്നു വരും. ആ നിലയിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു വലിയ ആഴം ഞാൻ വിളിച്ചു പറയുകയാണ്. ഇതാണ് ഈ പ്രഭാത മെസ്സേജിൽ ശ്രദ്ധിക്കേണ്ടത്. യേശു കർത്താവ് രാത്രിയിൽ പ്രാർത്ഥിച്ചവനാണ്. പല വിരോധങ്ങളെയും യേശു കർത്താവ് പ്രാർത്ഥനയിൽ ജയിച്ചതായി കാണുകയാണ്. യേശു കർത്താവിനെ കൊല്ലുവാൻ ഹല്ലേലൂയ ആ ദേശത്തിലെ വിരോധികൾ തരമന്വേഷിച്ചു എന്നാണ് ബൈബിൾ കാണിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിലേക്ക്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. 12-ാമത്തെ വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഏത് കാലമാണ്? യേശുവിനെ അവർ അവസാനിപ്പിക്കണമെന്നുള്ള പ്ലാൻ ചെയ്യുന്ന കാലത്ത് ശത്രുവിനെ ജയിക്കാൻ തക്കവണ്ണം രാത്രിയിൽ ദൈവത്തോട് ചേർന്നവൻ രാത്രി പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, രാത്രിയുടെ പ്രാർത്ഥനകൾ ശത്രുവിൻ്റെ പ്ലാനുകളെ മറിച്ചു കളയും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളെ, പ്രലോഭനങ്ങളെ, അല്ലെങ്കിൽ പരീക്ഷകളെ ജയിക്കേണ്ടതിന് ചിലർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. 40-ാമത്തെ വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. ഇതാ യേശു കർത്താവ് പിന്നെ പതിവ് പോലെ ഒലിവുമലയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥിരം കർത്താവ് രാത്രിയിൽ ഒലിവുമലയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ ശിഷ്യന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി അവരോട് കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ യേശു കർത്താവ് ഇതാ ഒരു കല്ലേറും ദൂരത്ത് പോയി അറിയാം നിലമ്പാട് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് ദൈവദൂതൻ ഇറങ്ങി വന്നു എന്നാണ് കാണുന്നത്. രാത്രിയുടെ പ്രാർത്ഥനകളിൽ ദൂതന്മാർ ചലിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ ചില വഴികൾ തുറക്കുന്നത് നമുക്കറിയാൻ പറ്റും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 45-46 വാക്യങ്ങളിലൂടെ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടിട്ട് അവരോട് 46-ാമത്തെ വാക്യം, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ക്ഷീണിച്ചുറങ്ങുന്നത് കണ്ടു. യേശു കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നത് എന്തിനാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ രാത്രിയാമങ്ങളുടെ അത്ഭുതത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെച്ചത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചില യാമങ്ങൾ, ചില സമയങ്ങളൊന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ശത്രുവിനെ നിങ്ങൾ ജയിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ തലങ്ങൾ തുറക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവ നിയോഗങ്ങൾ ഉള്ളവർ പ്രാർത്ഥിക്കുക. ദേശത്തിൻ്റെ കാവൽക്കാരനാണ്. ശത്രു കളവിതയ്ക്കാതെ വണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്തവർ തീരുമാനത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവികമായ നന്മകൾ തുറന്ന് ഇവർക്ക് വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ അടുത്തൊരു സുഹൃത്തിലേക്ക് കൂടെ എത്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പറയുക, ഈ മെസ്സേജ് നിങ്ങൾ കാണണമേ, എൻ്റെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഇത് കടന്നു ചെല്ലും. അവരുടെ ജീവിതത്തിനകത്ത് ഈ വചനം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. കാരണം ദൈവവചനത്തിന് ബന്ധനമില്ലല്ലോ. അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് സൂമിൽ കടന്നു വരാൻ പറ്റുമെങ്കിൽ കടന്നു വരിക. അതേ നിലയിൽ തന്നെ വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ഹല്ലേലൂയ വ്യക്തമായി വചന സന്ദേശവും വിടുതലിൻ്റെ പ്രാർത്ഥനയും നടക്കുന്നു. ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വൈകിട്ടത്തെ സൂം മീറ്റിംഗ് മിസ് ചെയ്യരുത്. വൈകിട്ട് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്കാണ് അത് തുടങ്ങുന്നത്. 8:30 വരെയും പ്രാർത്ഥനയോടെ നിൽക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. നിങ്ങളുടെ വീട്ടിൽ അഭിഷക്തന്മാർ ഓരോ ദിവസവും സൂമിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ ഒരു തലം തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൂം ഐഡികൾക്ക് വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.